ചിന്ന 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 സോഷ്യൽ മീഡിയ അവരുടെ കയ്യിലാണ്. ചിന്ന നാദശ്രീ ഭജൻ ചിന്ന 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 ചിന്ന. യാദൃശ്ചികമായിട്ട് റീല് നോക്കിയപ്പോഴാണ് ആ ചിന്ന ചിന്ന മുരുകയുടെ പാട്ട് ഞാൻ നോക്കുമ്പോൾ തകർക്ക് കിടന്നിട്ട് ഭയങ്കര കമന്റുകളും ഭയങ്കര ഷെയറും എല്ലാരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊല്ലം ബേസ്ഡ് ആയിട്ടുള്ള കൊല്ലം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ വർക്ക് ചെയ്തിരുന്ന റിട്ടയർഡ് അധ്യാപികമാരുടെ ഒരു കൂട്ടായ്മയാണ്. അതാണ് നാദശ്രീ. ഗോപനന്ദനന്മായ കാട്ടിനിന്നുവോ കൃഷ്ണഗാഥയായി ഇന്നെന്റെ മാനസം. എല്ലാവരും പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ എല്ലാവരും പാട്ട് പഠിച്ചവരല്ല. തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ. ഇതല്ലാതെ ഒരു മാപ്പിളപ്പാട്ടോ വേറെ ഏതെങ്കിലും പാടാൻ പറ്റും? തീർച്ചയായിട്ടും. ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ മേനി നിറയെ കരയല്ലേ കൽവിൻ മണിയെ കൽക്കണ്ട കനിയല്ലേ. ഒരു കൊട്ട പൊന്നുണ്ടല്ലോ മിന്നുണ്ടല്ലോ. ഒരുപാട് സ്റ്റുഡൻസ് അഭിപ്രായങ്ങൾ പറയുന്നുണ്ടാവും, എല്ലാവരോടും പറയുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്നുള്ളൊരു കുട്ടി വിളിച്ച് പറഞ്ഞു, ഒരു ടീച്ചർ ഇപ്പോഴും ടീച്ചർ പാടുന്നുണ്ടല്ലേ ടീച്ചറെ. ഞാൻ കെമിസ്ട്രി ടീച്ചറായിരുന്നു. അപ്പം ടീച്ചറെ ഞാൻ നൈട്രിക് ഗ്യാസിൻ്റെ മുമ്പിൽ ഇരുന്നുകൊണ്ടാണ് ഈ നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനേ. ഒരുപാട് കുട്ടികൾ മെസ്സേജ് ഇടുന്നുണ്ട്, പേഴ്സണലി ഇടുന്നുണ്ട്. ഇൻസ്റ്റാഗ്രാമിലെയും ഫേസ്ബുക്കിലെയും കമന്റ് നോക്കി അറിയാം, പേര് പറഞ്ഞ ആ കുട്ടികൾ കമന്റ് ഇടുന്നത്. നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മളെ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ക്ലാസ്സിൽ അവരെ അതേപോലെ കെയർ ചെയ്തതും ആ ഒരു രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്തതുകൊണ്ടാണല്ലോ കുട്ടികൾ തീർച്ചയായിട്ടും നമ്മളെ ഓർത്തിരിക്കുന്നത്. നമസ്കാരം, വെൽക്കം ടു ജാങ്കോ സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു അതിഥിയല്ല, ഒരു കൂട്ടം അതിഥികളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഇപ്പോൾ സോഷ്യൽ മീഡിയ അവരുടെ കയ്യിലാണ്. എന്തായാലും നമുക്ക് അവരെ വെൽക്കം ചെയ്യാം. നാദശ്രീ ഭജൻസ്, വോയിസ് ഓഫ് ഗ്രാറ്റ്യൂഡ്. സ്വാഗതം. താങ്ക് യു സോ മച്ച്. താങ്ക് യു പറയണ്ട, തുടങ്ങിക്കോ. ചിന്ന ചിന്ന മുരുക മുരുക ശിങ്കാര മുരുക, ചിന്ന മുരുക മുരുക ശിങ്കാര മുരുക. എൻ ചിന്തയിലെ വന്നാടും മുഖനെ ശിങ്കാര മുരുക, എൻ ചിന്തയിലെ വന്നാടും മുഖനെ ശിങ്കാര മുരുക. പാലും തേനഭിഷേകവും പാലും തേനഭിഷേകവും ഭക്തർകളിൻ കാവടിയും ഭക്തർകളിൻ കാവടിയും. പാർപ്പവർകൾ മനം കുളിരേ പാർപ്പവർകൾ മനം കുളിരേ പാർപ്പവർകൾ മനം കുളിരേ പാർപ്പവർകൾ മനം കുളിരേ. പരംഗിരി ദേവനാകി പരംഗിരി ദേവനാകി. ചിന്ന ചിന്ന മുരുക മുരുക ശിങ്കാര മുരുക, ചിന്ന ചിന്ന മുരുക മുരുക ശിങ്കാര മുരുക. ചിന്ന 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 മുരുക മുരുക ശിങ്കാര മുരുക. കടൽ കരയിൽ ഭക്തകളെ
காத்திடவே பக்தர்களை காத்திடவே பார்ப்பவர்கள் மனம் மகிழே பார்ப்பவர்கள் மனம் மகிழே பார்ப்பவர்கள் மனம் மகிழே பார்ப்பவர்கள் மனம் மகிழே சூரனே சம்ஹாரம் செய்தாய் சூரனை சம்ஹாரம் செய்தார் சின்ன சின்ன முருகா முருகா சிங்கார முருகா சின்ன சின்ன முருகா முருகா சிங்கார முருகா சின்ன 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 ஆஹா சின்ன ஆஹா சின்ன 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 ஆஹா சின்ன ஓ சின்ன சின்ன முருகா முருகா சிங்கார முருகா എൻ്റെ ദൈവം എന്തിവിടെ ഇപ്പം ഉണ്ടായേ എന്തായാലും താങ്ക് യു വളരെ വളരെ സന്തോഷം ഒരു കഞ്ചുകിടെ എവിടെ നിന്ന് നിങ്ങൾക്ക് ഇത്ര എനർജിയൊക്കെ വന്നേ ഇതാരാ ഇതെങ്ങനെ ഇത് തുടങ്ങി എനിക്കിത് അറിയണം നാദശ്രീ ഭജൻസ് എങ്ങനെയാണ് ആരംഭിച്ചത് ആദ്യം ഞങ്ങളിന്ന് പരിചയപ്പെടും സോറി ഞാൻ ആ പാട്ടിൽ മുഴുകിപ്പോയി പരിചയപ്പെടാം ഓക്കെ ഓരോരുത്തരുടെ പേര് പറയൂ കൊല്ലം ബേസ്ഡ് ആയിട്ടുള്ള കൊല്ലം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ വർക്ക് ചെയ്തിരുന്ന റിട്ടയർഡ് അധ്യാപികമാരുടെ ഒരു കൂട്ടായ്മയാണ് അതാണ് നാദശ്രീ ഓക്കെ അടിപൊളി ഈ ഇരിക്കുന്ന രണ്ടുപേരും അതേപോലെ തന്നെയാണോ ഇത് ഇവർ ഈ നമ്മുടെ ഇൻസ്ട്രുമെന്റ് സെഷൻ കൈകാര്യം ചെയ്യുന്നതിന് പുറമെ ഇവരോട് ഭയങ്കര ആത്മബന്ധമുണ്ട് അതായത് ഇത് പറയൂ ആരാണെന്ന് പറയൂ ഞാൻ ദിനേശ് മുഖത്തല കൊല്ലം സ്വദേശം ടീച്ചറിൻ്റെ സ്റ്റുഡൻ്റാണ് മുഖത്തല യു പി സ്കൂളിൽ ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട് ഓക്കെ ഇപ്പം നമ്മുടെ 18 ടീം തുടങ്ങിയതിന് ശേഷം ജോയിൻ ചെയ്തു അങ്ങനെ ഒറ്റ കാര്യം പഠിക്കാൻ എങ്ങനെയായിരുന്നു മിടുക്കനായിരുന്നു അതുകൊണ്ടല്ലേ ഞങ്ങൾ എടുത്തത് നല്ല കുട്ടിയായിരുന്നു അതുകൊണ്ടാണ് നല്ല സ്റ്റുഡന്റ് കൂടെ സുജിത്തുമായിട്ടും ഞങ്ങൾക്കൊരു ബന്ധമുണ്ട് സുജിത്തിന്റെ വൈഫിനെ ഞങ്ങൾ പഠിപ്പിച്ചതാണ് അപ്പം ഞങ്ങളുടെ മരുമകൻ ഹസ്ബൻഡാണ് നിങ്ങൾ ആരും വിട്ടിട്ടില്ലേ അപ്പോൾ അങ്ങനെ പിന്നെ വേറൊരു കാര്യമുണ്ട് പിന്നെ സുജിത്തിന്റെ വൈഫ് രേഷ്മ പുള്ളിക്കാരത്തി പാട്ടൊക്കെ പാടുമായിരുന്നു അപ്പം ഞങ്ങൾ ഈ കലാമേളകളൊക്കെ വരുമ്പോൾ ഞങ്ങൾ രേഷ്മയും കൂടി ഇങ്ങനെ പോകുമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ബന്ധമുണ്ട് അതുകൊണ്ട് അങ്ങനെ സുജിത്തിനെ കിട്ടി പിന്നെ ഇനി ഒരാളൂടെ ഞങ്ങളുടെ കൂടെയുണ്ട് ഒരു പിന്നെ പുല്ലാങ്കുഴൽ വായിക്കുന്ന ഒരു സാറുണ്ട് അത് അറിയാം പ്രശസ്തമായിട്ട് പുല്ലാങ്കുഴൽ വാദകനാണ് പ്രാൺകുമാർ സാർ സാറ് അത്യാവശ്യം മറ്റൊരു കാര്യമുണ്ട് സാർ എത്തിയിട്ടില്ല അതെന്ന് പറയുന്നതും ഈ ടീച്ചറിൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ടാണ് അപ്പോൾ ഇവരുമായിട്ടൊക്കെ നമുക്കൊരു ആത്മബന്ധമുണ്ട് അപ്പോൾ ഇവരാരും ഞങ്ങളെയും വിട്ടുപോകില്ല അവരെ ഞങ്ങളും അടുത്ത പ്രോഗ്രാമിലേക്ക് മിക്കവാറും ഒരാളെ കൂടി നിങ്ങൾ പരിചയപ്പെടുത്തും ഇത് ഞങ്ങളുടെ ആങ്കറാണ് ഞങ്ങൾ കൂടെ കൂട്ടിയാണ് എന്തായാലും വളരെ സന്തോഷം കേട്ടോ ടീച്ചറുടെ പേര് എന്തായിരുന്നു എൻ്റെ പേര് മായ ഓക്കെ ഇനി ഓരോരുത്തരുടെ പേരെന്ന് പറയൂ ഞാൻ ദീപ ജയപ്രകാശ് കൊല്ലം കൊല്ലം ഓക്കെ എൻ്റെ പേര് അനിത കൊല്ലം കൊല്ലം മായ കൊല്ലം ഞാൻ ഗിരിപ്രഭ കൊല്ലം സ്വദേശിയാണ് കൊല്ലോട് ഞാൻ ലീല കൊട്ടാരക്കര സ്വദേശി കൊട്ടാരക്കര വെറൈറ്റി ഉണ്ട് മൊത്തത്തില് ഓക്കെ എന്തായാലും റീൽസിലൊക്കെ നിങ്ങളുടെ എനർജി ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ കേട്ടിരുന്നു ഞാൻ പക്ഷെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഒരു ദിവസം യാദൃശ്ചികമായിട്ട് റീൽ നോക്കിയപ്പോഴാണ് ആ ചിന്ന ചിന്ന മുരുകയുടെ പാട്ട് ഞാൻ നോക്കുമ്പോൾ തകർക്ക് കിടന്നിട്ട് ഭയങ്കര കമൻറ്റുകളും ഭയങ്കര ഷെയറും എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ ആരാധകരെ കുറിച്ച് എന്താ പറയാനുള്ളത് ഇപ്പൊ സോഷ്യൽ മീഡിയ ആണല്ലോ ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചത് അതെ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടെ അവരോടുള്ള സ്നേഹവും സന്തോഷവും ഒക്കെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ താങ്ക് യു ഞങ്ങൾ അങ്ങ് ജാങ്കോ സ്പേസിനോട് അങ്ങേയറ്റം അക്കാര്യത്തിൽ ഞങ്ങൾ നന്ദിയുള്ളവരാണ് എന്തായാലും അപ്പൊ ഇങ്ങനൊരു ഭജന ഇത് എത്ര വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് ഞങ്ങൾ 2023 അതായത് ഇവിടെ ഞങ്ങളെല്ലാം 2022, 23, 24 വർഷങ്ങൾ റിട്ടയർ ചെയ്തതാണ്. അപ്പോൾ അതിൽ ഈ ടീച്ചർ മാത്രമേ ഉള്ളൂ ഇച്ചിരി മുന്നേ റിട്ടയർ ചെയ്തത്. അപ്പം ടീച്ചറാണ് ഞങ്ങളുടെ സീനിയർ. ഞങ്ങളുടെ സ്കൂളിൽ ഏറ്റവും മുതിർന്ന അധ്യാപികമാരെ സീനിയർ അസിസ്റ്റന്റ് എന്ന് പറയും. അപ്പം ഞങ്ങളുടെ സീനിയർ അസിസ്റ്റന്റ് ആണ് ടീച്ചർ. സീനിയർ അസിസ്റ്റന്റ് ആണ്, പിന്നെ ഞങ്ങളുടെ ഗുരുവാണ്. ഞങ്ങളുടെ തെറ്റുകളെല്ലാം തെറ്റിത്തരുന്ന വല്യച്ഛയാണ്. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട് ടീച്ചറിന്. അപ്പം ടീച്ചറാണ് ഞങ്ങൾ. അപ്പം ടീച്ചറില്ല ഞങ്ങൾ
പറ്റത്തില്ല ഞങ്ങൾക്ക് പറ്റില്ല. പറ്റില്ല. ഞങ്ങളുടെ വയ്യാന്ന് പറഞ്ഞാലും ഞങ്ങൾ വിളിച്ചുകൊണ്ട് ഇങ്ങനെ പോകും. ആണല്ലേ, ടീച്ചറാണ് നമ്മളെല്ലാവരെയും ഇതേപോലെ ആക്കി. ഞങ്ങളുടെ എല്ലാവരും പാട്ട് പഠിച്ചിട്ടുണ്ടോ? ഇല്ല, ഞങ്ങൾ എല്ലാവരും പാട്ട് പഠിച്ചവരല്ല. ഇത് ഞങ്ങൾ കുറച്ച് പേര്, അതും കുറച്ച് പേര് പഠിച്ചു, കുറച്ച് പേര് കുഞ്ഞുനാളില് ഇങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. തീരെ പാട്ട് പാടാത്തവരുമുണ്ട്, പഠിക്കാത്തവരുമുണ്ട്. പിന്നെ ഇത് തുടങ്ങിയപ്പം നമ്മൾ ചോദിച്ചില്ലേ ഇതെങ്ങനെയാണ് തുടങ്ങിയെന്ന് ചോദിച്ചില്ലേ, അത് ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ റിട്ടയർ ചെയ്തിരുന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് ഉണ്ടായ ഒരു ആശയമാണ്. വെറുതെ ഇരിക്കുകയല്ലേ, അപ്പം എന്തെങ്കിലും എന്താണ് ചെയ്യേണ്ടത്, എന്താണ് അടുത്ത പരിപാടി എന്ന് തോന്നിയ സമയത്ത് പെട്ടെന്ന് മനസ്സിലൊരു ആശയം തോന്നി. അപ്പൊ അത് ഞങ്ങൾ രണ്ടും എല്ലാ കാര്യങ്ങളും പരസ്പരം ഷെയർ ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ പെട്ടെന്ന് തന്നെ അത് കാര്യമുണ്ട്, ഈ മനസ്സിൽ തോന്നിയ കാര്യം ഉടൻ തന്നെ വിളിച്ചു പറഞ്ഞു. കാരണം ഇത്തിരി താമസിച്ച ചിലപ്പോൾ അത് മനസ്സിൽ നിന്ന് പോയാലോ, ആ ചിന്ത അങ്ങ് മാറിപ്പോയാലോ, ഉടനെ തന്നെ ഞാൻ ടീച്ചറിനെ വിളിച്ചു, നമുക്ക് ഇങ്ങനെ ഒന്ന് തുടങ്ങിയാലോ. അപ്പോഴത് പെട്ടെന്ന് തന്നെ അക്സെപ്റ്റ് ചെയ്ത് ആ ശരിയാണ്. അപ്പോൾ ഉടനെ അപ്രൂവ്ഡ്, അടുത്ത ആളിനെ വിളിച്ചു. അപ്പോൾ അവിടെ അവരും അപ്രൂവ്ഡ്. ഞാൻ പുറകോട്ട് മാറി. ഇങ്ങനെയല്ല, ഞാൻ അവരോട് പറഞ്ഞതാണ് 60 വർഷത്തേറെ പഴക്കമുള്ള വോക്കൽ കോഡും ശ്വാസകോശവുമാണ് എനിക്ക്. നിങ്ങളോടൊപ്പം ഞാൻ എങ്ങനെ. അപ്പൊ അവര് എന്നെ വിട്ടില്ല, അവര് എന്നെ കൊണ്ട് ഇവിടെ അവര് പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾക്ക് വേണം, ഞങ്ങളുടെ സീനിയർ ആയിട്ടുള്ള ഒരാളിന്റെ പ്രസൻസ് ഞങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അവരോട് കൂടെ കൂടി ഞാനിപ്പോ അവരോട് സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കുന്നു. പിന്നെ അപ്പൊ ഇതുണ്ട്. അപ്പൊ ഞങ്ങളാരും സംഗീത അധ്യാപകരല്ല. അറിയാമല്ലോ കുട്ടികളുമായിട്ടുള്ള സംവാദങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് അറിയാമല്ലോ. അപ്പൊ ഞങ്ങളുടെ ശബ്ദം ഇതിന് ചേരുമോ, ഇതെങ്ങനെയായിരിക്കും എന്നൊക്കെ ഞങ്ങൾക്കൊരു ആശങ്കയുണ്ട്. അത് ഞങ്ങൾ ആരും അറിയാതെ ഞാനും ടീച്ചറും കൂടെ, ഞങ്ങളുടെ ഒരു സീനിയർ അധ്യാപിക ഉണ്ടായിരുന്നു, ഒരു പാട്ട് ടീച്ചറാണ്, സംഗീത അധ്യാപിക, ഒരു ചന്ദ്രിക ടീച്ചറുണ്ടായിരുന്നു. ഞങ്ങൾ ആരും അറിയാതെ അന്നേരം ഇവരാരും ഇല്ല, ഞങ്ങൾ രണ്ടുകൂടെ ചന്ദ്രിക ടീച്ചറിനോട് അടുത്ത് പോയി. ടീച്ചറിന്റെ നമ്പരും ഒക്കെ തപ്പിപ്പിടിച്ച് അഡ്രസ്സും ഒക്കെ തേടി പിടിച്ച് ഞങ്ങൾ പോയി. ടീച്ചറിനുമായിട്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോൾ ടീച്ചറിനോട് ചോദിച്ചു, ടീച്ചർ ഞങ്ങൾക്ക് പാട്ട് അങ്ങനെ പാടാൻ പറ്റുമോ? അപ്പൊ ഇതിനെക്കുറിച്ച് നമുക്ക് യാതൊരു ഐഡിയ ഇല്ലല്ലോ, ഭജന എന്താണെന്നൊന്നും ഇങ്ങനെ പാടി കേട്ടിട്ടുണ്ടെന്നല്ല, ഇതിനെക്കുറിച്ച് നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പൊ ടീച്ചറിന്റെ അടുത്ത് ചെന്ന് അപ്പൊ ഞങ്ങൾ ടീച്ചറിനെ പാടി കേൾപ്പിച്ചു ചുമ്മാതെ പാട്ടുകൾ. എന്നിട്ട് ചോദിച്ചു, ടീച്ചർ ഞങ്ങൾക്ക് പാടാൻ പറ്റുമോ ഇതൊക്കെ? ടീച്ചർ ധൈര്യമായിട്ട് തുടങ്ങിക്കോ, കുഴപ്പമില്ല, ഞാൻ എല്ലാ സപ്പോർട്ടും ചെയ്യാം. അങ്ങനെ ടീച്ചർ നമുക്കൊരു സപ്പോർട്ട് തന്നു. ഞാൻ പറഞ്ഞു ടീച്ചറിന് പോയി, ടീച്ചർ ഒത്തിരി സീനിയറാണ്, അപ്പം ടീച്ചറിന് പാടാനൊന്നും പറ്റത്തില്ല, പിന്നെ നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരികെ വന്നിട്ട് പിന്നെ ഓരോരുത്തരുമായിട്ട് കണക്ട് ചെയ്തു. പിന്നെ അപ്പം ഞങ്ങളുടെ കൂടെ മൂന്നാമതിരിക്കുന്ന ആളാണ് കേട്ടപ്പോ എന്താണ് പെട്ടെന്ന് മനസ്സിൽ വന്നത്? പണ്ട് മുതലേ പാടുന്നതിന് ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ഏതായിരുന്നു സബ്ജക്ട് ഏറ്റവും കൂടുതൽ എടുത്തിരുന്നത്? ഞാൻ എടുത്തിരുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷാ? അപ്പൊ ഉറപ്പായിട്ടുണ്ടാവും താല്പര്യം ഉണ്ടായിരുന്നു. പാടാറുണ്ടായിരുന്നു എവിടെയെങ്കിലും? ആ ക്ലാസ്സിലൊക്കെ ജസ്റ്റ് മലയാളം UP ക്ലാസ്സുകളിൽ എടുത്തിട്ടുണ്ട്. അന്ന് പാടിയൊക്കെ പഠിപ്പിക്കുമായിരുന്നു. മറ്റുള്ളവർ കേൾക്കത്തക്കല്ല, അല്ല, കുട്ടികൾ മാത്രം. മതിയല്ലോ, ഒരുപാട് പേരെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അങ്ങനെയാണ് ടീച്ചർ ജോയിൻ ചെയ്തത്. സന്തോഷം ഇത് കേട്ടപ്പോ. അതെ അതെ. അടുത്തതാരായിരുന്നു? മായയാണ് എന്നെ വിളിക്കുന്നത്. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എന്നോട് ചോദിച്ചു, ഇനി എന്താ അനിതയുടെ പരിപാടി എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇതുവരെ ഒന്നും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല, അപ്പം ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എന്താ പറയുന്നത് അനിതയെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കാണെങ്കിൽ പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കൂട്ടത്തിലാണ്. കൊച്ചുനാൾ മുതലേ എനിക്ക് പാട്ട് ഞാൻ പാടും. പണ്ടൊക്കെ നമുക്ക് ടേപ്പ് റെക്കോർഡർ ആയിരുന്നല്ലോ, അപ്പം അത് വെച്ചിട്ട് അത് പാട്ട് കേൾക്കുക, അത് പാടി അതിനകത്ത് റെക്കോർഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യം കൊച്ചുനാൾ മുതലുള്ള. പിന്നെ സ്കൂളിൽ പ്രെയർ ചൊല്ലാറുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഭയങ്കര സ്റ്റേജ് ഫിയർ ഉള്ള ഒരു വ്യക്തി ആയതുകൊണ്ട് എനിക്ക് മുന്നോട്ട് അങ്ങനെ ഇതുമായിട്ട് പോകാനുള്ള ഒരു ഇതുണ്ടായിരുന്നു. അത് കഴിഞ്ഞു പിന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കൊരു ആത്മസംതൃപ്തിക്ക് വേണ്ടി ഞാൻ പാട്ടുകൾ കേട്ടാൽ എനിക്ക് ഉടനെ തന്നെ അത് റെക്കോർഡ് ചെയ്യണം. അപ്പം ഈ മൊബൈൽ ഫോൺ വന്ന സമയത്ത് ഞാൻ അതിനകത്ത് ഈ പാട്ട് കേൾക്കും, ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ അപ്പോഴേ തന്നെ റെക്കോർഡ് ചെയ്യും.
വോയിസ് റെക്കോർഡർ എടുത്ത് അതിനകത്ത് റെക്കോർഡ് ചെയ്യും. അങ്ങനെ കേട്ട് സ്വയം എൻ്റെ പാട്ടുകൾ കേട്ട് സംതൃപ്തിയാണ്. അപ്പം വീട്ടിലെല്ലാവരും പറയും അവൾക്ക് പുറത്തോട്ട് പോയി ഒന്നും പാടാൻ വയ്യ, അകത്തിരുന്നുള്ള പാട്ടേ ഉള്ളൂ. എങ്ങനെയാണ് എന്നെ മായ ടീച്ചറാണ് ആദ്യം വിളിക്കുന്നത്. നമുക്ക് ഇങ്ങനൊരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നുണ്ട്. നമ്മുടെ കരിക്കോട് മായ ടീച്ചറും ഗിരിപ്രോ ടീച്ചറും ലീല ടീച്ചറും ഒക്കെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സന്തോഷമുള്ള കാര്യം, ഞാൻ ഓൾറെഡി പാട്ട് പഠിച്ചുകൊണ്ടിരിക്കും. വളരെ ചെറിയ ക്ലാസ് തൊട്ടേ സ്കൂളിൽ വെച്ച് സംഗീത അധ്യാപകൻ ചെല്ലപ്പൻ പിള്ള സാറായിരുന്നു എൻ്റെ ആദ്യ ഗുരു. അത് കഴിഞ്ഞ് സഹൃദയൻ സാറ്, മയ്യനാട് സഹൃദയൻ, അദ്ദേഹം നല്ല ഗായകനാണ്. അത് കഴിഞ്ഞ് ഗീത ടീച്ചർ ആനക്കോട്ടൂർ ടീച്ചറുടെ ശിഷ്യയായിട്ട് ഇരിക്കുകയായിരുന്നു ഞാൻ അന്ന്. ഈ സമയത്ത് നമ്മൾ ജോയിൻ ചെയ്യുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ ടീച്ചറുമായിട്ട് ചേർന്ന ഒരു സ്റ്റേജ് പ്രോഗ്രാം, ഒരു കച്ചേരി ചെയ്തു. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അതൊരു വർഷം മുമ്പ് അദ്ദേഹം നമ്മളിൽ നിന്ന് പോയി. അപ്പോൾ അദ്ദേഹത്തോടുള്ളൊരു കമ്മിറ്റ്മെൻ്റായിട്ട് എനിക്കത് ഞാനും ടീച്ചറോടെ സ്റ്റേജിൽ അവതരിപ്പിച്ചു, കച്ചേരിയായിട്ട് തന്നെ. അപ്പോഴാണ് ഇങ്ങനെ ഒരു വലിയൊരു സൗഹൃദം കിട്ടിയതും ഞാൻ ഭയങ്കര അങ്ങ് മെൻ്റലി ഞാൻ ഒത്തിരി അങ്ങ് റിലാക്സ്ഡായി. എനിക്ക് ഭയങ്കര ഒരു വൈബാണ് ഇവരോടൊപ്പം ചേരുമ്പോൾ കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് ഈ യാത്ര ഇപ്പം 3 വർഷമായി ഇങ്ങനെ പാടി എല്ലാവരും കൂടി ചേരുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു വൈബ് ഒന്ന് ആലോചിച്ച് ഞങ്ങൾക്ക് ഭയങ്കര വൈബായി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മളെല്ലാവരും പരിചയപ്പെട്ട സ്ഥിതി ഞങ്ങൾ ഇതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞു. ഞങ്ങളുടെ ഒരാളോടുണ്ട്, ഒരു ബീന ടീച്ചറുണ്ട്. പക്ഷേ ടീച്ചറിന് പെട്ടെന്നൊരു അസൗകര്യം കൊണ്ട് ടീച്ചറിന് വരാൻ പറ്റിയില്ല. ടീച്ചർ റെഡി ആയിരിക്കുകയായിരുന്നു. എന്തായാലും ബീന ടീച്ചറെ ഞങ്ങൾ എല്ലാവരും ചേർത്ത് പിടിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന് തന്നെ ഞങ്ങൾ വിശ്വസിക്കുകയാണ് ഇപ്പോഴും. അപ്പോൾ നമുക്ക് അടുത്ത പ്രോഗ്രാമിൽ ഇതുപോലെ ഇരിക്കുമ്പോൾ ബീന ടീച്ചർ ഇരുത്താം, മുമ്പേ തന്നെ ഇരുത്താം. അപ്പോൾ നമുക്കൊരു പാട്ടങ്ങ് പാടിയല്ലോ. തീർച്ചയായും. ഓക്കെ.
അമ്പലപ്പുഴെ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോതി വന്നുവോ കൽവിളക്കുകൾ പാതി മിന്നി നിൽക്കവേ എന്തു നൽകുവാൻ എന്നെ കാത്തു നിന്നു നീ തൃപ്രസാദവും മൗന ചുംബനങ്ങളും പങ്കുവയ്ക്കുവാനോടി വന്നതാണു ഞാൻ രാഗചന്ദനം നിന്റെ നെറ്റിയിൽ തൊടാൻ ഗോപകന്യയായോടി വന്നതാണു ഞാൻ അമ്പലപ്പുഴെ ഉണ്ണിക്കണ്ണനോടു നീ എന്തു പരിഭവം മെല്ലയോടി വന്നുവോ. എന്റെ ദൈവമേ, ഇതെന്താ കാണാ, എന്റെ കണ്ണൊക്കെ നിറഞ്ഞു ഇടയ്ക്ക് സന്തോഷം കൊണ്ട്. എന്ത് രസമായിട്ട് നിങ്ങൾ പാടുന്നതെന്ന് അറിയാമോ? അടിപൊളിയാട്ടോ. നമ്മൾ ഫസ്റ്റ് പ്രോഗ്രാം ചെയ്തത് എവിടെയാ ഓർക്കണ്ടോ? തീർച്ചയായിട്ടും. ഫസ്റ്റ് പ്രോഗ്രാം ചെയ്തത് ഞങ്ങൾ തേവള്ളിയിൽ, അതായത് ടീച്ചറിൻ്റെ വീടിനടുത്ത് കൊല്ലത്ത് പറയും വനദുർഗ ക്ഷേത്രമാണ്. അവിടെ ഒരു പൂജവെപ്പ സമയം നവരാത്രിയോടനുബന്ധിച്ച് ഒരു വെള്ളിയാഴ്ച, ആ ദിവസങ്ങളിൽ വരുന്ന ഒരു വെള്ളിയാഴ്ച ഞങ്ങൾ ദേവിയുടെ മുന്നിൽ ഒരു സമർപ്പണം. ഒരു സമർപ്പണം. അപ്പോ നല്ല ഓഡിയൻസ് ഒക്കെ ഉണ്ടോ? ഭയങ്കര ഓഡിയൻസ് ഒക്കെ ഉണ്ടോ? നവരാത്രിക്ക് വന്ന് തൊഴുന്ന. അപ്പൊ ഫസ്റ്റ് പാടാൻ കയറുമ്പോ നിങ്ങളുടെ ആദ്യത്തെ സ്റ്റാർട്ട് ചെയ്യാണ്, അതിന് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു എല്ലാവർക്കും? ഞങ്ങൾ പറഞ്ഞ ഒരു വർഷം മുമ്പ് മുതൽ തന്നെ നമ്മളിതിന് മാനസികമായിട്ട് തയ്യാറെടുത്ത് അപ്പോൾ ദേവിയുടെ മുമ്പിൽ സമർപ്പിക്കണം എന്നുള്ള അതിയായ ആഗ്രഹത്തോടെയാണ് വന്നത്. ശരിക്കും ഞങ്ങൾക്ക് ഈ ഒരു കൂട്ടായ്മ എന്ന് പറയുന്ന ഒരു പെർഫോമൻസ് ലെവലിലല്ല ഞങ്ങൾ കാണുന്നത്, ഞങ്ങളുടെ ഒരു സമർപ്പണമാണിത്. ഞങ്ങളുടെ സംഗീതത്തിൻ്റെ കൂട്ടായ്മയായിട്ടുള്ള ഒരു കൂട്ടം അധ്യാപികമാരുടെ, അറിയാമല്ലോ ഈ 10-30 വർഷം ശബ്ദത്തെ യാതൊരു തരത്തിലും കൺട്രോൾ ചെയ്യാത്ത ഒരു, കഴിഞ്ഞ ദിവസം നമ്മുടെ ഗ്രൂപ്പിൽ പറയുന്നത് കേട്ടു, അധ്യാപകരായിട്ടിരിക്കുമ്പോൾ ഉള്ള ആ ശബ്ദത്തിനുള്ള സ്ട്രെയിൻ എത്രമാത്രം ഉണ്ടാകും. അപ്പോൾ വീണ്ടും നമുക്ക് ദൈവത്തിനെ സ്തുതിക്കാനൊരു അവസരം കിട്ടിയപ്പോൾ അത് ദേവിയുടെ മുമ്പിൽ തന്നെ സമർപ്പിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ ഞങ്ങൾ അങ്ങനെ വന്ന് സമർപ്പിച്ചതാണ്. അപ്പോൾ ഉണ്ടായ ഭയങ്കര ഒരു തൃപ്തി. എനിക്കും സന്തോഷമായി, ഞങ്ങൾക്കും സന്തോഷമായി. നല്ലൊരു തീരുമാനം നിങ്ങൾ എല്ലാവരും എടുത്തു നിർത്തായാലും ഇതിൽ അടിപൊളിയായിട്ട്. ഓക്കെ, അറ്റത്തിരിക്കുന്ന ആളോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്താ പറയുക, കുറച്ചെങ്കിലും മിണ്ടാതിരിക്കുന്ന പോലെയുണ്ട് ടീച്ചർ. ഇങ്ങനത്തെ നമ്മളിപ്പോൾ ഇതിലേക്ക് ഇറങ്ങിയപ്പോൾ ഈ ഒരുപാട് സ്റ്റുഡൻസ് അഭിപ്രായങ്ങൾ പറയുന്നുണ്ടാവില്ല, എല്ലാവരോടും പറയുന്നുണ്ടാവും. ടീച്ചറോട് പറഞ്ഞൊരു അഭിപ്രായം പറഞ്ഞേ, ഏതെങ്കിലും സ്റ്റുഡൻറ്റ് വിളിച്ചു പറഞ്ഞേ. വന്നിരിക്കുന്നു പറഞ്ഞു. ഇങ്ങനെ എല്ലാവർക്കും ഇതേപോലെ സ്റ്റുഡൻസിന്റെ അഭിപ്രായങ്ങളൊക്കെ വരുന്നുണ്ടാവില്ലേ? അതിൽ ഏറ്റവും സന്തോഷം തോന്നിയ ഒരു കമന്റ് പറയാമോ എല്ലാവരുടെയും? ഇത് എല്ലാവരും ടീച്ചറിനോടൊരു കുട്ടി ആരാണെന്നല്ല, നമ്മുടെ സ്കൂളിലെ ടീച്ചേഴ്സായിരിക്കുന്ന സമയത്ത് കുട്ടികളെ പിന്നെ പരിശീലിപ്പിക്കാറുണ്ട്. നാടോടി പാട്ട് മത്സരം, ഗാനമേള, അങ്ങനെ ഓരോ മത്സരങ്ങൾ നമ്മൾ പങ്കെടുത്തേ പറ്റൂ, കമ്പൽസറിയാണ്. അപ്പോൾ കുട്ടികളെ പഠിപ്പിക്കും. പഠിക്കുമ്പോൾ എല്ലാവരും പാടാൻ അറിയാവുന്ന കുട്ടികളല്ല. അപ്പോൾ അവരെന്നോട് ചോദിക്കും, ടീച്ചറെ അത് ഞങ്ങൾക്കൊന്നും മാറ്റിത്തരുമോ, അത് ഞങ്ങൾക്ക് വായിക്കുക അവിടെ എത്തുന്നില്ല, ഒന്ന് കുറച്ച് തരുമോ അത്. അപ്പോൾ ഞാൻ സത്യം അവരുടെ കൂടെ കൂടും. കാരണം കുട്ടികളല്ലേ, അവർക്ക് പങ്കെടുക്കണം എന്നുണ്ട്, പക്ഷെ പാടാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ആ പാട്ടൊന്ന് മാറ്റി ചെയ്ത് കൊടുക്കും. അപ്പൊ അതിൽ നിന്നുള്ളൊരു കുട്ടി വിളിച്ച് പറഞ്ഞു, ഒരു ടീച്ചർ ഇപ്പോഴും ടീച്ചർ പാടുന്നുണ്ടല്ലേ എന്നിങ്ങനെ അവൻ വിളിച്ച് ചോദിച്ചു. പിന്നെ ഞാൻ സംഗീതത്തെക്കാളേറെ സംഗീതം കണ്ടിട്ട് എന്നെ ഒരു പയ്യൻ വിളിച്ചത്, ടീച്ചറെ ഞാൻ കെമിസ്ട്രി ടീച്ചറായിരുന്നു, അപ്പം ടീച്ചറെ ഞാൻ നൈട്രിക് ആസിഡിന്റെ മുമ്പിൽ ഇരുന്നോണ്ടാണ് ഈ വിളിക്കുന്നത്. ഞാൻ ഓർക്കും. ഞാൻ സത്യത്തിൽ കുറെ നേരം ഞാൻ ചിരിച്ചു പോയി, കുറേ നേരം. പിള്ളേരൊക്കെ നൈട്രിക് ആസിഡിന്റെയും മൂലകാറ്റത്തിന്റെ ഘടനയൊക്കെ പഠിപ്പിച്ച് വിട്ടിട്ട് ഇവിടെ പാട്ടും പാടി നടക്കുകയല്ലെന്ന്. അതൊക്കെ ഒരു സന്തോഷം തോന്നാറുണ്ട് കുഞ്ഞുങ്ങൾ അങ്ങനെ വിളിച്ച് പറയുമ്പോഴേ. കാരണം ഞാൻ പറഞ്ഞില്ല 2018 ഇട്ടാൽ ഇപ്പൊ അതിന് മുന്നേ പഠിച്ച കുട്ടികളാണ് ഈ വിളിക്കുന്നത്. ഒരു സന്തോഷം തോന്നാറുണ്ട്. അതെ. അതുപോലെ ടീച്ചർക്ക് എന്തായിരുന്നു ഏറ്റവും കൂടുതൽ പ്രശംസ കിട്ടിയത് എവിടെ നിന്നാണ്? ഒരുപാട് കുട്ടികൾ മെസ്സേജ് ഇടുന്നുണ്ട്, പേഴ്സണലി ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഇൻസ്റ്റഗ്രാമിലെയും ഫേസ്ബുക്കിലെയും കമൻറ്റ് നോക്കി അറിയാം, പേര് പറഞ്ഞ ആ കുട്ടികൾ കമൻറ്റ് ഇടുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം കുട്ടികൾ നമ്മളെ ഇപ്പോഴും ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ ക്ലാസ്സിൽ അവരെ അതേപോലെ കെയർ ചെയ്തതും
ആ ഒരു രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്തതുകൊണ്ടാണല്ലോ കുട്ടികൾ തീർച്ചയായിട്ടും നമ്മളെ ഓർത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും. അല്ലെങ്കിൽ ഇപ്പോഴത്തെയൊക്കെ യുഗത്തിലെ കുട്ടികളെ വെറുത്തു പോവും അധ്യാപകരെ. അപ്പോൾ ഇത് ഞങ്ങളെല്ലാവരും, അത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ, ഞങ്ങൾ 7 പേർക്കും 7 പേരുടെയും പേര് പറഞ്ഞാണ് എല്ലാവരും കമന്റ് ചെയ്യുന്നത്. അത് ഭയങ്കര സന്തോഷമാണ് അത് കാണുമ്പോൾ. നമ്മുടെ പേര് പറഞ്ഞ് തന്നെ കുട്ടികൾ ഇപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു കമൻറ്റുകൾ. തീർച്ചയായിട്ടും അത് ഭയങ്കര ഒരു സന്തോഷമാണ്. പിന്നെ ഇന്നലത്തെയൊക്കെ ആയപ്പോൾ നമുക്ക് 1 മില്യൺ വ്യൂസ് ഒക്കെ ആയി. അതെ, അപ്പോൾ സോഷ്യൽ മീഡിയ 2K കിഡ്സിനെ കടത്തി വിട്ടിരിക്കുകയാണ്, അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെല്ലാം അത്ര ഏജ് ആയവരല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം നമുക്കൊരു മാനസികമായ സന്തോഷം, ഇവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരു കൂട്ടായ്മ, നമുക്ക് ഭയങ്കര ഒരു സന്തോഷം. പിന്നെ എല്ലാവരുടെയും ഒത്തുകൂടാൻ ഞങ്ങൾ ഏതെങ്കിലും ഒരു വീട്ടിലാണ്, ആരുടെയെങ്കിലും ഏതെങ്കിലും ഒരു ടീച്ചറിൻ്റെ വീട്ടിലാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഫാമിലിയുടെ സപ്പോർട്ട് അത് പറഞ്ഞേ പറ്റൂ. എല്ലാവരുടെയും, അത്രയും പേരുടെയും 7 പേരുടെയും നല്ലതുപോലുള്ള സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇവിടെ ഇപ്പം വന്നിരിക്കുന്നത് പോലും. അത്ര ഏജ് ആയവരെ നമ്മൾ അതേപോലെ നമുക്ക് ഫാമിലിയിൽ നിന്ന് നല്ല സപ്പോർട്ട് തരുന്നുണ്ട്. അതുകൊണ്ട് അവരോട് എല്ലാവരും ഫാമിലിയിലെ ഓരോ മെമ്പേഴ്സിനോട് ഞങ്ങൾ താങ്ക്സ് പറയുകയാണ്, ഇവരെ ഞങ്ങൾക്ക് സമ്മാനിച്ചതിന് എല്ലാവരോടും പറഞ്ഞത്. മാത്രമല്ല, നമ്മൾ നേരത്തെ കുഞ്ഞുങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് ഇങ്ങനെ കലാപരിപാടികൾക്കും മറ്റ് സോഷ്യൽ ആക്ടിവിറ്റീസിനെല്ലാം നമ്മൾ കുഞ്ഞുങ്ങളെ കൊണ്ട് നടക്കും. ഇപ്പൊ സത്യത്തിൽ ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ ഭാഗങ്ങളിൽ ഇരുന്നുണ്ട്. അയർലൻഡിലും കാനഡയിലും വരെ ഇരുന്നിട്ട് വിളിക്കും, ടീച്ചറെ നമ്മുടെ പരിപാടികൾ വളരെ ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ ടീച്ചർ പറഞ്ഞ പോലെ ശരിക്കും ആ പണ്ട് നമ്മൾ കുഞ്ഞുങ്ങളെ എങ്ങനെ മോട്ടിവേറ്റ് ചെയ്തപ്പോൾ അവർക്കുണ്ടായ ഫീൽ എന്താണെന്ന് ഇപ്പം ഞങ്ങളത് മനസ്സിലാക്കുന്നു. ഞങ്ങളെ ശരിക്കും മോട്ടിവേറ്റ് ചെയ്യുന്ന ഞങ്ങളുടെ അവരാണ്. ഞാൻ ഈ കമന്റ് നോക്കുമ്പോൾ കാണാം, ഓരോരുത്തരും ഈ ടീച്ചറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഈ ടീച്ചർ നന്നായി പാടുമായിരുന്നു, ഇങ്ങനെ എല്ലാവരും വ്യക്തമായിട്ട്. നിങ്ങൾ എന്താണെന്ന് അറിയാൻ ആ കമന്റ് ബോക്സ് വായിച്ചാൽ മതി. എല്ലാവരെ കുറിച്ചും പോസിറ്റീവ് ആയിട്ടുള്ള വേറൊരു കാര്യം കേട്ടോ, ഒരു ഗുരുക്കന്മാർക്കാണ് ലോകത്ത് എവിടെ ചെന്നാലും പരിചയക്കാരുണ്ടാവുക. ഒരിക്കലും വേറെ ഏത് മേഖലയാണെങ്കിലും, ഇപ്പൊ ഒരുമിച്ച് വർക്ക് ചെയ്തവരാണെങ്കിൽ പോലും കുറച്ചാളുമ്പോൾ ആ ബന്ധം വിടും. പക്ഷെ പഠിപ്പിച്ച ഗുരുനാഥനും ആ ഒരു ടീച്ചേഴ്സിനും എല്ലാം എവിടെ കണ്ടാലും നമ്മൾ പോയിട്ട് സംസാരിക്കും. അത് സംസാരിക്കുന്ന നമുക്കൊക്കെ ഭയങ്കര അഭിമാനമാണ്, അയ്യോ ഞങ്ങളുടെ ടീച്ചറാണെന്ന് പറയാൻ വേണ്ടിയിട്ട്. ആ ഓർമ്മകളൊക്കെ തിരിച്ചെടുക്കുന്നത് എല്ലാവർക്കും ഇഷ്ടവും. അത്ര ആൾക്കാരെ സപ്പോർട്ടാ, പ്ലസ് ഓഡിയൻസിന്റെ ഇതൊക്കെ കാണുന്നത്. എന്തായാലും നിങ്ങളാണ് ഏറ്റവും ഭാഗ്യം ചെയ്ത ഒരു ടീം, അത്ര തന്നെ പറയാനുള്ളത്. നിങ്ങളാണ് ഏറ്റവും ഭാഗ്യം ചെയ്ത എനിക്ക് അതാ പറയാനുള്ളത്. അത് ഞാൻ ദിനേഷിനോട് പറയണ്ട, പണ്ട് ക്ലാസ്സിലിരിക്കുമ്പം ധാരാളം സംശയങ്ങൾ വരുമല്ലോ, കുട്ടികൾ പഠിപ്പിക്കുമ്പം ധാരാളം സംശയങ്ങൾ ചോദിക്കുമല്ലോ. പൊതുവെയുള്ള കാര്യം പറയാം. അപ്പം ഞാനൊരു ദിവസം ദിനേശിനോട് പറഞ്ഞു, ദിനേശേ നിങ്ങൾക്ക് ഒത്തിരി സംശയങ്ങൾ വരത്തില്ല, നിങ്ങൾ ടീച്ചേഴ്സിനോട് സംശയങ്ങൾ ചോദിക്കത്തില്ലായിരുന്നോ? ഇപ്പം ഞാൻ തിരിച്ചു ചോദിക്കുകയാണ്, എൻ്റെ സംശയങ്ങൾക്കെല്ലാം മറുപടി തരണേ. എനിക്ക് സംശയം എന്ന് വെച്ചാൽ നമുക്കിതിനകത്ത് വലിയ അറിവുകളൊന്നുമില്ല, നമ്മുടെ ഉള്ള അറിവ് വെച്ചുള്ളതാണല്ലോ നമ്മൾ ഈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് കഴിയും തോറും നമുക്ക് സംശയങ്ങൾ കൂടി വരും. അപ്പം ഞാനിങ്ങനെ ഉടനെ ദിനേശിന് മെസ്സേജ് ഇടും, ദിനേശ് ഒന്ന് പറഞ്ഞു തരണേ എന്ന് പറഞ്ഞിട്ട്. അപ്പം ദിനേശ് ഉടനെ എന്നെ റിപ്ലൈ തരും, പെട്ടെന്ന് തന്നെ എനിക്ക് റിപ്ലൈ കിട്ടും. അപ്പം ഇപ്പം ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇവരല്ല. അതെ, ഒന്ന് മൈക്കോടുത്ത് ദിനേശിനോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. സ്റ്റുഡൻറ് എന്ന രീതിയിൽ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. ഏതൊക്കെ ടീച്ചേഴ്സ് പഠിപ്പിച്ചിട്ടുണ്ടതിൽ കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട് അല്ലേ? ഓക്കെ, എല്ലാം നന്നാവാൻ വേണ്ടിയിട്ട് അത് വിചാരിക്കാം. എങ്ങനെയുണ്ടായിരുന്നു ക്ലാസ്സിൽ? എങ്ങനെയുണ്ടായിരുന്നു ടീച്ചർ? ഇപ്പൊ ഇവിടെ ക്ലാസ് ആണെന്നിരിക്കും, ടീച്ചർ ഇവിടെ ഇല്ലെന്ന് വിചാരിക്കും. പറയൂ, എങ്ങനെയുണ്ടായിരുന്നു മായ ടീച്ചർ? ഒരു സ്റ്റുഡന്റ് ടീച്ചർ ബന്ധം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഉണ്ടെങ്കിലും ആ ടീച്ചറായിട്ടുള്ള ഒരു ബന്ധം അതുപോലെ തന്നെ ഉണ്ട്. ഇപ്പൊ എന്നാലും ഇപ്പൊ നമ്മളെ ടീച്ചർ പറഞ്ഞ പോലെ നമ്മളോടാണ് കൂടുതൽ ഡൗട്ട് ഇങ്ങനെ ചോദിച്ചോണ്ടിരിക്കുന്നത്. മനസ്സിൽ പറയണ്ട, കണ്ടാ ഇതൊക്കെ തിരിച്ചു വന്ന് അവസാനം. ഇല്ലില്ല, അങ്ങനെ പറയുന്ന ആളെ നിഷ്കളങ്കനായിരുന്നു, നല്ല കുട്ടിയായിരുന്നു. അപ്പൊ അങ്ങനെ ശരിക്കും പറഞ്ഞ ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ ഒരു സ്കൂളിൽ നിന്ന് ഒരു ഒരുപാട് സ്റ്റുഡൻസിനൂടെ ടീച്ചർമാരെ പോവാ. ഈ ഭാഗ്യം നോക്കി ഒരുപാട് ടീച്ചർമാരുടെ കൂടെ ഒരുമിച്ച് പോകാൻ പറ്റി, രണ്ടുപേരും. അത് തന്നെ അടിപൊളി. അപ്പൊ എന്തായാലും ആരും കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തി. ഈ കൂടെ പഠിച്ചവര് മെസ്സേജ് അയക്കാറുണ്ടോ? ഇതൊക്കെ ചോദിച്ചാൽ എന്താ പറയാറ് അവരൊക്കെ?
എടാ നമ്മുടെ ടീച്ചർ ഇങ്ങനെ പാടുവരുന്നോ എന്നൊക്കെ ചോദിച്ചാ. ഒരുപാട് പേര് കമന്റിലും ടീച്ചർ ശരിക്കും പറഞ്ഞാൽ പാടുമെന്ന് അറിഞ്ഞിട്ടില്ല, മൈക്കൊന്ന് ഇത്തിരി ഇത്രയും പാടുമെന്നുള്ള കാര്യം ആർക്കും അറിയത്തില്ലായിരുന്നു. അപ്പം പാട്ട് കേട്ടപ്പോൾ പെട്ടെന്ന് ഒരു അത്ഭുതം, ആ ഒരു രീതിയിലാണ് മെസ്സേജ് അയക്കുന്നത്. പിന്നെ യൂത്ത് ഫെസ്റ്റിവലും കാര്യങ്ങളൊക്കെ ടീച്ചറാണ് മുന്നിട്ട് നിൽക്കുന്നത് സ്കൂളിലൊക്കെ ഇങ്ങനെ സ്റ്റുഡൻസിനെ കൊണ്ടുപോകാനായിട്ട്. അപ്പൊ അതിന് ടീച്ചർ നല്ല സപ്പോർട്ടാണ്. അപ്പൊ ആ ഒരു സ്നേഹം കുട്ടികൾക്ക് ഇപ്പോഴും ഉണ്ട്. ഒരുപാട് സ്റ്റുഡൻസിനെ കലാപരമായി കൈപിടിച്ച് കയറ്റിയ ആളാണ്. ഇപ്പൊ പിള്ളേരെല്ലാരും കൂടി ടീച്ചറിനെ കൈപിടിച്ച് കയറ്റിയെടുക്കുക, ഇനി വിട്ടിട്ടില്ലെന്ന്. ഓക്കെ, അപ്പൊ എന്തായാലും നല്ല ഭാഗ്യം ചെയ്ത ഒരാളാട്ടോ, എടുത്തു പറയണം. നമുക്കൊന്നും കിട്ടാത്തൊരു ഭാഗ്യം നോക്കി. എന്തായാലും അതേപോലെ തന്നെ അല്ല, നമുക്ക് ഇപ്പൊ നമ്മുടെ ആൾക്കാരിങ്ങനെ വെയിറ്റ് ചെയ്യണം അടുത്ത പാട്ടിന് വേണ്ടി. നമുക്ക് ഒരു പാട്ട് കൂടി പാടിയിട്ട് വന്നാലോ? ഓക്കെ, നമുക്കൊരു പാട്ട് കാണുമ്പോൾ സംഗീതം നിൻ കാൽക്കൽ വീണലിയുന്നു. ശംഖുമില്ല കുഴലുമില്ല, നെഞ്ചിന്റെ ഉള്ളിൽ നിന്നീനക്ക സംഗീതം നിൻ കാൽക്കൽ വീണലിയുന്നു. വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിലണിയുന്നു. വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ ചന്ദനം പോൽ മാറിലണിയുന്നു. നിന്റെ മന്ദസ്മിതത്തിൽ ഞാൻ കുളിരുന്നു. പറയരുതേ രാധയറിയരുതേ, ഇത് ഗുരുവായൂരപ്പ രഹസ്യം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? പറയൂ നിനക്കേറ്റം ഇഷ്ടം, പക്ഷേ പകൽ പോലെ ഉത്തരം സ്പഷ്ടം. രാധതൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? ഓരോ പാട്ടും കഴിയുമ്പോൾ ഞാൻ അടിപൊളി അടിപൊളി ഒന്നും പറയുന്നില്ല, എല്ലാം അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഇനി നിങ്ങളുടെ അടുത്ത ആഗ്രഹം എന്താണ്? നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി എവിടെയെങ്കിലും പാടണം. ഇപ്പൊ ചിലർ പറയില്ലേ ഗുരുവായൂർ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിലൊന്ന് പാടണം എന്നൊക്കെ പറയൂലേ, അതല്ല നിങ്ങളുടെ ഒരു ആഗ്രഹം പറയും. തീർച്ചയായിട്ടും ഞങ്ങള് നമ്മൾ ധാരാളം കൃഷ്ണന്റെ പാട്ടുകൾ പാടുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളൊരു ആഗ്രഹമാണ് ഞങ്ങൾക്ക് കണ്ണൻ്റെ മുമ്പിൽ ചെന്ന് ഗുരുവായൂർ അമ്പല നടയിൽ പോയിരുന്നു പാടണമെന്ന് ഞങ്ങൾ എപ്പോഴും പറയുന്നതാണ്. ഞങ്ങളിങ്ങനെ കഴിഞ്ഞ വർഷം ഇങ്ങനെ വിചാരിച്ചു, കഴിഞ്ഞ വർഷം പാടണമെന്ന് വിചാരിച്ചു, നടന്നില്ല. അപ്പോൾ ഇപ്പോഴും ഞങ്ങളുടെ ആഗ്രഹം അങ്ങനെ നിൽക്കുകയാണ്. അത് കണ്ണൻ സമയം കണ്ണൻ ഞങ്ങളെ അങ്ങോട്ട് വിളിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ മറ്റൊന്നുകൂടെ ഉണ്ട്, നമ്മുടെ മൂകാംബിക ദേവിയുടെ മുമ്പിൽ ഇത് സമർപ്പിക്കണമെന്ന് ഞങ്ങൾ ആദ്യം മുതൽ തന്നെ ആഗ്രഹിച്ചതാണ്. അതും ഈ പറഞ്ഞ പോലെ അമ്മ അതിനുള്ള സമയം ഞങ്ങൾക്ക് എപ്പോഴാന്ന് വെച്ചാൽ ഞങ്ങളെ അവിടെ എത്തിക്കുന്നത് ഞങ്ങൾക്ക് പൂർണ്ണമായിട്ട് ഞങ്ങൾ അമ്മയെ വിശ്വസിച്ച് മുന്നോട്ടേക്ക് പോകും. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നില്ലെങ്കിൽ എവിടെ പോകരുത്, കാരണം ഒരുപാട് പേരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്തവരാ നിങ്ങളെല്ലാവരും. അപ്പൊ എന്തായാലും നിങ്ങളുടെ ആഗ്രഹം എത്രയും പെട്ടെന്ന് നടക്കും. നിങ്ങൾ പഠിപ്പിച്ചു വിട്ട ഓരോ വിദ്യാർത്ഥികളും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കും. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആ സെക്കൻഡ് തൊട്ട് ഇതിലെല്ലാം നടക്കട്ടെ, ആഗ്രഹങ്ങളെല്ലാം നടന്ന് മുമ്പോട്ട് പോട്ടെ. പിന്നെ അതുപോലെ നമ്മളിപ്പോ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ഓഡിയൻസ് നമ്മളോട് പറയാറുണ്ടോ ഇതൊന്നും പാടോ ടീച്ചറെ, ഇത് ഇങ്ങനെ പാടാറുണ്ട്? അപ്പൊ നിങ്ങൾ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരിക്കുമോ, അല്ലെങ്കിൽ ആ പാട്ട് നിങ്ങൾ എങ്ങനെ പ്ലാൻ ചെയ്യാ? അങ്ങനെയല്ല, ഇന്ന ദൈവത്തിന്റെ പാട്ട് പ്രിപ്പയർഡ് അല്ലാത്ത ഒരു പാട്ട് വന്നാല് നമ്മള് തൽക്കാലം അടുത്ത വേദിയിൽ പാടാമെന്ന് പറയുകയാണ് ചെയ്യുന്നത്. കാരണം ഒരിടത്ത് അയ്യപ്പന്റെ പാട്ട് പാടാൻ പറഞ്ഞു, നമ്മൾ ആൾറെഡി പ്രിപ്പയർഡ് ആണ്. അത് അടുത്ത ഇതിലായിട്ട് നമ്മൾ അത് പാടി അയ്യപ്പന്റെ പാട്ട് കോമൺ ആയിട്ട് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പൊ ചിന്ന ചിന്ന എല്ലാരും പറയണ്ടാവും അല്ലേ? ചിന്ന ചിന്ന മസ്റ്റാണ്, മസ്റ്റായിട്ട് അവര് ബുക്ക് ചെയ്യുമ്പോഴേ പറയും നമ്മുടെ ചിന്ന ചിന്ന വേണേന്ന് പറയും. അതുകൊണ്ട് ടീച്ചറെ
ആ പാട്ടുണ്ടോ? ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു കുട്ടി വിളിച്ച് അവർ ചോദിച്ചു, ടീച്ചറെ ആ പാട്ടുണ്ടോ? ഞാൻ ചോദിച്ചു എന്താണ് അഭിപ്രായം, അത് പാടണേ. വിളിച്ചു പറയല്ലേ, അവര് തന്നെ നമ്മളോട് പറയും. ഈ ചിന്ന ചിന്ന ഹിറ്റ് ആവാൻ തുടങ്ങിയത് എപ്പോഴാണ്? ഇത് ആൾക്കാരെ ഏറ്റെടുത്തു എന്ന് മനസ്സിലായത് എപ്പോഴാണ്? നമ്മള് കൊട്ടാരക്കരയ്ക്കടുത്ത് വാളകം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ക്ഷേത്രത്തില് പരിപാടി നടത്തിയപ്പോ അവിടെ നിന്നാണ് ആ വീഡിയോ നമ്മള് കൊടുത്തത്. സത്യത്തിൽ നമ്മൾ പോലും ഇങ്ങനെയൊന്നും അറിഞ്ഞല്ല. ഇത് ദൈവം തമ്പുരാൻ നമ്മളെ എത്തിച്ചത്. അത് ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആ പാട്ട്, നിങ്ങൾ എല്ലാരും കൂടി കൂടുമ്പോ വരുന്ന ഒരു ശബ്ദം, രണ്ട് നിങ്ങളുടെ എനർജിയും അതിലാണ് ഞെട്ടിയത്. ആ ചിരിയും എല്ലാരും നമ്മൾ നോട്ടവും, അതാണ് എടുത്തു പറയേണ്ടത്. അത് ചേരേണ്ടവർ എന്നെ ചേർന്നേക്കുന്നത്, ഈ വിദ്യാർത്ഥി അടക്കം, വിദ്യാർത്ഥിയുടെ ഭർത്താവ് അടക്കം, മരുമകനടക്കം ചേർന്നവരെല്ലാവരും കൂടിയാണ് ചേർന്നിട്ടുണ്ട്. ഏതായാലും കൊള്ളാം, ഇങ്ങനെ തന്നെ പോട്ടെ. ഇനി ഇതിലേക്ക് ആരെങ്കിലൊക്കെ വരാൻ സാധ്യതയുണ്ടോ? ഇത് നമ്മൾ ഇത്രയൊക്കെ വ്യൂസ് ഒക്കെ ആയി ഒരുപാട് ആളുകൾ അറിഞ്ഞു വന്നപ്പം ഇവരുടെ നമ്പർ കൊടുത്തിരിക്കുന്നേ. അപ്പൊ അവരെ പലയിടത്തുനിന്ന് വിളിച്ച് ഒരു പാട്ടെങ്കിലും ഒന്ന് പാടണം നമ്മുടെ കൂടെ. അതുപോലെ ടീച്ചറല്ല എന്നാലും നമ്മുടെ കൂട്ടത്തിൽ. അപ്പൊ നമ്മളാകെ റെസ്ട്രിക്ഷൻ പറയുന്നത് നമ്മുടെ റിട്ടയർഡ് ടീച്ചേഴ്സ്. ഞങ്ങൾ റിട്ടയർഡ് ആണ്, നിങ്ങൾ ചെറുപ്പക്കാരെ ഞങ്ങളുടെ കൂടെ കൂടി നിങ്ങൾക്കും കൂടെ പ്രായം ബാധിക്കണം. നിങ്ങളെ അങ്ങനെ പറയരുതെന്ന് പറഞ്ഞ് നമ്മളെ ഇങ്ങോട്ട് പറയുക, ഞങ്ങൾക്കൊന്ന് പാടിയാൽ മതി. അല്ലെങ്കിൽ അതുപോലെ തന്നെ തബലിസ്റ്റ്, ഫ്ലൂട്ട് ഒക്കെ ഇങ്ങോട്ട് വിളിച്ച് നമ്മുടെ കൂടെ ഒന്ന് വായിക്കാൻ അവസരം ചോദിക്കും. അഹോ എന്നുള്ള അവസ്ഥയില്ല നമ്മുടെ ആ ടീച്ചർക്ക് ചോദിക്കാറുണ്ട്, അന്നേ തോന്നിയായിരുന്നോ ഇങ്ങനെയൊക്കെ ആവുന്നു? ഒരിക്കലുമില്ല. ഇത് തുടങ്ങി വെച്ചതേ ഉള്ളൂ. നമ്മുടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഏതെങ്കിലും ക്ഷേത്രാംഗങ്ങളിൽ പോവുക, കുറച്ച് കൈമണിയൊക്കെ ആയിട്ട് വചന പാടുക. അപ്പൊ അത് പതുക്കെ പതുക്കെ പിന്നെ ഫ്ലൂട്ടായി, കീബോർഡ്, ആദ്യം തവലയായി, പിന്നെ കീബോർഡ്. അപ്പൊ ഞാനും അവരോടൊപ്പം ഇങ്ങനെ ഞാൻ അറിയുന്നില്ല യാത്ര ചെയ്തോണ്ടിരിക്കുകയാണ്. പിന്നെ എന്റെ മകളെ ഈ പറഞ്ഞ പോലെ വീട്ടിൽ നിന്ന് സപ്പോർട്ടുണ്ട്. അവനിപ്പോ എന്റെ കൂടെ കുഞ്ഞു മക്കളുണ്ട്, 6ലും 4ലും പഠിക്കും. അവരും ഇപ്പൊ എന്റെ കൂടെ കൈമസാന്തിക്ക് നാമം ചോദിക്കുന്ന സമയത്ത് കൈമണിയായിട്ട് അവരും എന്നോടൊപ്പം. ഇത് കൊള്ളാലോ. എന്തായാലും ഇപ്പൊ നമ്മൾ വിചാരിച്ച പോലെ ടീച്ചർ നമ്മൾ തുടങ്ങി വെച്ചതെങ്കിലും ഒരുപാട് പേർക്ക് ഇതൊരു പ്രചോദനമാവട്ടെ. ഇനി വരാൻ കിടക്കുക റിട്ടയർഡ് KCB നീ കണ്ടോ, നിങ്ങളാണോ ഇതൊക്കെ കാട്ടി വരും. നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവും, ഒരുപാട് സെക്ഷനുള്ളോട്. ധാരാളം ആൾക്കാർ വിളിച്ച് നമ്മളെ കൺഗ്രാറ്റുലേറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോ എന്നുവെച്ചാൽ ഞങ്ങളെ സംബന്ധിച്ച് അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ഒരു അനുഭവമാണ്. എന്നുവെച്ചാൽ ഞങ്ങൾ ഇങ്ങനൊന്നും ചിന്തിക്കാതെ കൂടുതൽ അങ്ങനെയുള്ള മറ്റു ചിന്തകളൊന്നും ഇല്ലല്ലോ. നമ്മൾ മറ്റൊരു ഇതിലോട്ട് അങ്ങനെയൊന്നുമുള്ള നമുക്ക് ചിന്തയില്ല. എവിടെങ്കിലും അമ്പലത്തിൽ ഒരു പാടുക, തുടങ്ങുന്നത് വെറുതെ ഇരിക്കുകയാണ്, ഏതെങ്കിലും അമ്പലത്തിൽ പോയി കൈമണിയൊക്കെ വെച്ച് പാടുക എന്നുള്ള ആ ഒരു ചിന്തയാണ് ഞങ്ങൾക്ക് തുടങ്ങുന്നത്. ഇത്രയൂടെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി, ഞങ്ങൾ പരസ്പരം നമുക്ക് ഒരു സ്റ്റേജെങ്കിലും കിട്ടിയാൽ നല്ലതായിരുന്നു എന്ന് ഞങ്ങൾ പറഞ്ഞു. അവിടുന്ന് നമ്മൾ ആദ്യം പ്ലാൻ ചെയ്ത് നമ്മുടെ എല്ലാം കുടുംബക്ഷേത്രങ്ങളിൽ അവരുടെ എല്ലാം നമ്മുടെ അതാകുമ്പോൾ നമുക്ക് പറയാലോ. നമ്മൾ അങ്ങനെ ചിന്തിച്ചുള്ളൂ, അങ്ങനെ ചിന്തിച്ചിട്ടു. അപ്പോൾ അതിൽ കൂടുതലൊന്നും നമുക്ക് പ്രതീക്ഷയില്ല. അപ്പം ഈ നമുക്ക് കിട്ടുന്ന ഓരോന്നും പറയുന്നത് ഞങ്ങളെ, പക്ഷെ വേറൊരാൾക്ക് അത് ഫീൽ ചെയ്യത്തില്ല. ഞങ്ങളെ സംബന്ധിച്ച് ഇതെല്ലാം ഓരോ അതൊരു ചെറിയൊരു കമൻ്റ് ആയാലും ഈ ഒരു ചെറിയൊരു ആരെങ്കിലും വിളിക്കുക എന്ന് പറയുന്നതായാലും എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചൊരു ഭയങ്കര സംഭവം തന്നെ. അത് ഞങ്ങളങ്ങ് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം അവരുടെ ആ കമൻറ്റ് കേൾക്കുമ്പോൾ. അല്ലെ പലരും വിളിച്ച് പറഞ്ഞു, ചെറുപ്പക്കാർ വിളിക്കുന്നുണ്ട്, പ്രായമായ അമ്മമാരായിരിക്കത്തില്ല, ഏകദേശം ഞങ്ങളുടെ ചേച്ചിമാർ അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും. ഞങ്ങളെല്ലാം അമ്മമാരാണല്ലോ, അമ്മമാരും അമ്മമാരും ഒക്കെ ഇത്. അപ്പം അവരൊക്കെ വിളിച്ച് പറയുമ്പോൾ അത് പിന്നെ എല്ലാ തരത്തിലുള്ള ആൾക്കാരും വിളിക്കുന്നു. ഭയങ്കര നമുക്ക് തരുന്ന ഈ എനർജി. അപ്പോൾ വീണ്ടും ഞങ്ങൾക്ക് വീണ്ടും ഭയങ്കര പാടാനുള്ള എനർജിയാണ് ഞങ്ങൾക്ക് അതിൽ കിട്ടുന്നത്. ആരുടെയൊക്കെ നമ്പർ കൊടുത്തേക്കുന്നത് ഇങ്ങനെ രണ്ടുപേരല്ലേ? കോളുകൾ ഇപ്പൊ നിർത്താതെ ഇങ്ങനെ വന്നോണ്ടിരിക്കണ്ടവല്ലേ? വിളിക്കുന്നില്ലേ ആൾക്കാർ? പ്രോഗ്രാം ബുക്ക് ചെയ്യാനായിക്കോട്ടെ, ഇപ്പൊ ബുക്കിങ്ങുകളൊക്കെ ഒരുപാട് വന്നു തുടങ്ങിയില്ലേ? അത്യാവശ്യം ഇപ്പൊ എവിടെയൊക്കെയാണ്? ഇപ്പൊ കൊല്ലത്തല്ലാതെ ഇപ്പൊ ഏതൊക്കെ ജില്ലകളിൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഇനി റീസെന്റ് ആയിട്ട് പിന്നെ കായംകുളം പോകുന്നുണ്ട്,
ആലപ്പുഴയിലുണ്ട്. പിന്നെ ദൂരെയായിട്ട് വെളിനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ട്. അടുത്ത വർഷത്തേക്ക് ഇപ്പോഴേ ബുക്ക് ചെയ്യാം. ഇപ്പൊ ഏറ്റവും മറ്റൊരു കാര്യമുണ്ട്, ഞങ്ങളെ ആദ്യമൊക്കെ വിളിച്ചത് കണ്ണൂര്, കാസർഗോഡ്, എറണാകുളം, തൃശ്ശൂര്, പിന്നെ വടകര. ഞങ്ങൾ ആദ്യം അന്തം വിട്ടുപോയി കേട്ടോ. ഇതൊക്കെ ആദ്യം വിളിച്ചടക്കില്ല ഇങ്ങനെ ഇവിടെ. അപ്പം ഞങ്ങൾ അങ്ങനെ എന്ന് വെച്ചാൽ നമ്മൾ എല്ലാം നോക്കണമല്ലോ. അപ്പം ചാടിക്കേറി ഞങ്ങൾക്ക് അങ്ങനെ പോകാനൊന്നും പറ്റില്ല. അപ്പോൾ അവരൊക്കെ നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരൂ എന്ന് അവർ ഞങ്ങളെ സ്വാഗതം ചെയ്തു. ഞങ്ങളെ സ്വാഗതം ചെയ്തു. ഞങ്ങൾ പറഞ്ഞു ആയിക്കോട്ടെ ഞങ്ങൾ എത്താം. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ എത്തും. അപ്പോൾ അതൊക്കെ കേൾക്കുന്നത് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ളവരാണ്. ഞങ്ങൾ പോയില്ല പോലും. ഞങ്ങൾക്ക് അതൊക്കെ ഭയങ്കര എനർജിയാണ്, ഭയങ്കര സന്തോഷം. നമുക്ക് ആവശ്യം കൂടും. തീർച്ചയായിട്ടും ഇരുന്ന് പാടി നാളെ നിങ്ങൾ എല്ലാവരും നിന്ന് പാടുന്നൊരു സമയത്തേക്ക് വരികയാണ്. ആവശ്യം കൂടിയിട്ട് വരട്ടെ, എല്ലാം വരട്ടെ. ഈ ഇപ്പോ പുറത്തേക്ക് ഇറങ്ങുമ്പോ നാട്ടുകാരായിക്കോട്ടെ, നമുക്ക് ഫാൻസ് ഒക്കെ വന്നു തുടങ്ങിയോ? എല്ലാവർക്കും ഈ പാട്ട് പാടുന്ന അങ്ങനെ വന്നു തുടങ്ങിയോ? തീർച്ചയായിട്ടും. ഇപ്പോ നാട്ടുകാരൊക്കെ ഇപ്പോഴാണ്, ആദ്യമൊന്നും നാട്ടുകാർക്ക് അറിയത്തില്ലായിരുന്നു ഇങ്ങനൊരു സംഭവം ഉണ്ടെന്ന്. ഇപ്പൊ ഇങ്ങനെ നാട്ടുകാരൊക്കെ പതുക്കെ അറിഞ്ഞു തുടങ്ങിയിട്ടുള്ളു. അപ്പൊ ആ ടീച്ചറെ ഇനി എവിടെ പ്രോഗ്രാം എന്നൊക്കെ ഇപ്പൊ നാട്ടുകാർ ഇങ്ങനെ അങ്ങനെ വന്നപ്പോ ഇനി ഇപ്പൊ ഈ മാസം അവസാനം ഞങ്ങളുടെ കുട്ടികൾ തന്നെ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട് അവിടെ അമ്പലത്തിലേക്ക് പാടാൻ വേണ്ടി. അപ്പൊ ഞങ്ങളെ വിളിച്ചിട്ടുണ്ട്. കുട്ടികളാണത് ഞങ്ങളെ വന്ന് വിളിച്ചത്, സ്കൂളിനടുത്ത്. അപ്പൊ അതെന്ന് പറയാൻ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം. വേറെ കാര്യമുണ്ട്, നമ്മള് പഠിപ്പിച്ച സ്കൂളിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടിയ അങ്ങനെ ഒരു അവസരമൊക്കെ വരട്ടെ അല്ലേ. എല്ലാത്തിനും ഓരോ പ്രത്യേകത കണ്ടിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഇനി മാറുന്തോറും ഓരോ ദിവസവും കഴിയും തോറും ഓരോ പാട്ട് കഴിയുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ആൾക്കാരോട് സംസാരിക്കേണ്ടിയൊക്കെ വരും. ഇനി ഇതാണ് സ്റ്റൈലൊക്കെ മാറാൻ തുടങ്ങും. ഇനി ഫസ്റ്റ് എന്തായാലും പറയാ കൊട്ടുന്നതിന് നമ്മളെ കൈമണി വെച്ച് നിങ്ങൾ ചുമ്മാ കൊട്ടി പാടാൻ പ്ലാൻ ചെയ്ത് ഇവിടം വരെ എത്തി. ഇനി ഇതിന്റെയൊക്കെ സ്റ്റൈല് മാറാൻ പോവാ. ഇനി നിങ്ങൾക്ക് ഓരോരുത്തരെ നിങ്ങൾ നോക്കാനൊക്കെ ഉണ്ടാവില്ല. അതെ, എന്തായാലും മാറ്റങ്ങൾ ഇങ്ങനെ വരും തോറും വേണം. എന്താന്ന് വെച്ചാല് ഇപ്പൊ ഏത് മേഖല എടുത്താലും നമ്മളിങ്ങനെ ഒരുപാട് വീഡിയോസ് ഒക്കെ കാണുന്നതാണ്. ഈ കമന്റ് ബോക്സ് ഒക്കെ നോക്കുമ്പോൾ ഒരാളെങ്കിലും എന്തെങ്കിലും ഒരു അവരുടേതായിട്ടുള്ളൊരു ഇത് രേഖപ്പെടുത്തും. അവർക്ക് ഇഷ്ടമില്ലാത്ത രീതിയിൽ എന്തെങ്കിലും മെസ്സേജ് കൊടുക്കും. നിങ്ങളുടെ കമന്റ് ബോക്സ് എടുത്ത് കഴിഞ്ഞാൽ അത് വായിച്ചാൽ തന്നെ നമുക്കൊക്കെ ഒരു സമാധാനം കിട്ടും. ഇത്രയും പോസിറ്റീവ് ആയിട്ടുള്ള കമന്റ് ബോക്സുകൾ, അതായത് അതിനർത്ഥം നിങ്ങളെല്ലാവരും ഏറ്റെടുത്തിട്ടുള്ളതാണ്. അപ്പൊ എന്തായാലും നമ്മളിപ്പോ പറഞ്ഞ പോലെ ഓരോ പാട്ടിനും ഓരോ പ്രത്യേകതകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ പോലെ ഇപ്പൊ വിഷു വരെയാണ്. വിഷു എന്ന് പറയുമ്പോൾ തന്നെ കണിയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ എല്ലാവരും മനസ്സിലേക്ക് വരിക. എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത് അങ്ങനെ ഒരു പാട്ടും കൂടി ആയിരിക്കും. വിഷുവിന്റെ സ്പെഷ്യലായിട്ട് ഒരു പാട്ടൊന്നും പാടാം. ഓക്കെ. ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞത്തുകിൽ ചാർത്തി കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണണം ഭഗവാനെ. മലർമതിൽ കാന്തൻ വസുദേവാത്മജ പുലർകാലേ പാടി കുഴലൂതി ചിലുചിലേ എന്നും കിലുങ്ങും കാഞ്ചന ചിലമിട്ടോടിവ കണി കാണാൻ. മലർമാരിൻ കാന്തൻ വസുദേവാത്മജ പുലർകാലേ പാടി കുഴലൂതി ചിലുചിലേ എന്നും കിലുങ്ങും കാഞ്ചന ചിലമിട്ടോടിവ കണി കാണാൻ. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ
കനകക്കിങ്ങിണി വളകൾ മോതിരം അണിഞ്ഞു കാണേണം ഭഗവാനേ. എന്തായാലും പാടിയ പാട്ടുകളൊക്കെ അടിപൊളിയായിട്ടുണ്ട്. എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിപ്പിച്ചു വിട്ട് ഇത്ര അധികം സ്റ്റുഡൻസ് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു ചെറിയ ഭാഗ്യം തന്നെ. അത് എല്ലാം തിരിച്ചു കിട്ടിയെന്ന് വിചാരിക്കുക. നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യട്ടെ, നമ്മളിപ്പോ ഇത്രയും പാട്ടുകൾ പാടി, കണ്ണന്റെ പാട്ട് പാടി, ദേവിയുടെ പാടി, നാഗത്തിന്റെ പാടി, ഇതെല്ലാം നമുക്ക് നമ്മുടെ ഓഡിയൻസിന് ചിലർക്ക് ഇതിലൊരു ആഗ്രഹം ഉണ്ടാവും, ഇവരുടെ അടുത്തുനിന്ന് വേറെ കുറച്ച് പാട്ടുകൾ കൂടി കിട്ടിയിരുന്നെങ്കിൽ ഈ ശബ്ദത്തിലത് നമുക്ക് ഇതല്ലാതെ ഒരു മാപ്പിളപ്പാട്ടോ വേറെ എന്തെങ്കിലും രീതിയിലുള്ള വേറെ ഏതെങ്കിലും മതത്തിൻ്റെതായിട്ടുള്ള ഡിവോഷൻസോ ഏതെങ്കിലും പാടാൻ പറ്റും? തീർച്ചയായിട്ടും പാടാൻ പറ്റും. തീർച്ചയായിട്ടും. നമുക്കൊരു പാട്ട് പാടാം. ഏതാണ് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് നമുക്ക് പറഞ്ഞോ. ഓക്കെ, റെഡി.